വുളു എടുക്കുമ്പോൾ ഓരോ അവയവവും കഴുകുമ്പോൾ പ്രത്യേകം പ്രാർത്ഥനകൾ ഉണ്ടോ എന്നാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. മിക്ക ആളുകളും ഇത് ചോദിക്കാറുണ്ട്. കാരണം ചില ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു ധാരണ നിലനിൽക്കുന്നുണ്ട്. ഓരോ അവയവത്തിനും പ്രത്യേകം പ്രാർത്ഥനയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകം പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വുളുവിൻ്റെ പ്രാർത്ഥനകളായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വുളു എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലുക എന്നത് അത് ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത്ത ലിമൻ ലാ വുളൂഅ ലഹു വലാ വുളൂഅ ലിമൻ ലം യദ്കുരി ഇസ്മല്ലാഹി തആല അലൈഹി. വുളു ഇല്ലാത്തവന് നമസ്കാരമില്ല, ബിസ്മി ചൊല്ലാത്തവന് വുളുവുമില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ വുളുവിൻ്റെ പൂർണ്ണതയ്ക്ക് പ്രതിഫലം കൂടുതൽ ലഭിക്കുന്നതിന് ബിസ്മി ചൊല്ലൽ ആവശ്യമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് വുളു എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലുക എന്നത് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ വുളുവിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന ദിക്ർ, അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുതതഹിരീൻ എന്ന് ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ ചൊല്ലുന്ന അതേ ദിക്ർ വുളുവിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇങ്ങനെ മുമ്പോ ശേഷമോ അല്ലാതെ ഓരോ അവയവങ്ങൾ ചൊല്ലുമ്പോൾ കഴുകുമ്പോഴും പ്രത്യേകം ദിക്റുകൾ ചൊല്ലാൻ ദുആ ചെയ്യാൻ ഹദീസുകളിൽ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ അതിന് കൂലി ഉദ്ദേശിച്ച് ഓരോ ദിക്റുകൾ ആ സമയത്ത് ചൊല്ലുമ്പോൾ അത് ബിദ്അത്താകുന്ന, ഇസ്ലാമിൽ പുതുതായി കൂട്ടിച്ചേർക്കുന്ന, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത, നാളിതുവരെയുമുള്ള സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക വഴി കുറ്റം കിട്ടുന്ന കാര്യമായി മാറും എന്നാണ് ആ രൂപത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അതിൽ നിന്നൊക്കെ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.